ഇന്നും മനോഹരമായ വാർത്തകളാണല്ലോ. പ്രമുഖ സിനിമാ നടനെതിരെ. നിങ്ങൾ ഇവിടെ ന്യൂസ് നോക്കിക്കൊണ്ടിരുന്നോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? പിന്നെ നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ അങ്ങനെ മറക്കുമോ? അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ? ഇന്ന് നമ്മുടെ ഫാമിലി യൂണിറ്റിന്റെ പ്രയർ മീറ്റിംഗ് അല്ലേ? എല്ലാവരും വരും, പുതിയ അച്ഛനും ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ മക്കളെയൊക്കെ വിളിച്ചേ, ഇല്ലെങ്കിൽ എല്ലാവരും വന്നുപോയാലും അവരെണീക്കില്ല. അതെങ്ങനെയാ? രാത്രി 2-3 മണി വരെ ഫോണും കുത്തിയിരിക്കുവല്ലേ. ഞാൻ പോയി വിളിച്ചോളാം. അയ്യോ, മഞ്ഞളൊക്കെ തേച്ച് പാട്ടും പാടി നീ ഇങ്ങനെ നിന്നോടി. ഇന്ന് പുതിയ അച്ഛൻ വരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. എന്റെ പൊന്നു മോൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടായത്. അതിന്റെ വല്ല വിചാരം ഉണ്ടോടി നിനക്ക്? അതെ, ഞങ്ങള് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കുറച്ച് മഞ്ഞളൊക്കെ തേക്കുന്നത് നല്ലതാ. മുഖ സൗന്ദര്യം വർദ്ധിക്കും. അയ്യോ, എന്തിനാ മഞ്ഞൾ മാത്രമാക്കുന്നേ? കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി തേച്ച് പിടിപ്പിച്ച് നീ ആ തിളച്ചെണ്ണയിലോട്ട് അങ്ങ് വീര്. മുക്കി കോരി ഇനി എടുക്കാം. ദേ, എന്റെ വായിലിരിക്കുന്നത് രാവിലെ തന്നെ കേൾക്കരുത് കേട്ടോ. രാവിലെ തന്നെ രണ്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി, നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഗീവർഗീസേ. അച്ഛനും ആൾക്കാരും വരുമ്പോ അതിന്റെ ഒരുക്കം എന്നേലും നടത്തണോ, അത് ഇവർക്ക് എന്റെ മെക്കെട്ട് കയറണോ? പ്രായമായ അമ്മച്ചിയല്ലേ, വിട്ടുകള. ആരാടാ പ്രായമായത്? ആരാടാ പ്രായമായത്? ഇവൻ ഏതാടി? ഇതിനു മുമ്പ് ഇവനെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഗീവർഗീസ്. ഗീവർഗീസോ? ആ, ഗീവർഗീസ്. നിന്റെ വീട് എവിടെയാടാ? അരുവിക്കര. കുന്തവും കുതിരയും ഒന്നുമില്ലേടാ? അയ്യോ, ഇതാ ഗീവർഗീസ് അല്ല. നമ്മുടെ അയൽപ്പക്കത്ത് കഴിഞ്ഞ മാസം താമസിക്കാൻ വന്ന ഗീവർഗീസ്. ഇവനോടെങ്കിലും ഇച്ചിരി മനുഷ്യപ്പറ്റോടെ ഒന്ന് പെരുമാറ്. ചേച്ചി വാങ്ങാൻ പറഞ്ഞ ചായക്കുള്ള പാലും ബിസ്ക്കറ്റും. ഓ, ഒരു ചായയും ബിസ്ക്കണേറ്റും. മോനെ ഗീവർഗീസേ, അപ്പൊ എനിക്കൊന്നും ഇല്ലേടാ? അയ്യോ, അമ്മയ്ക്കുണ്ട്. ഒരു വെള്ള കിരീടവും ഒരു ടീം പൗഡറും പിന്നെ തലയ്ക്ക് വെക്കാൻ ഒരു വലിയ മെഴുകുതിരി. അതെന്തിനാ? അതെ അമ്മച്ചിയെ, മുകളിൽ വലിയ തിരക്ക് നടക്കുക. അതൊന്ന് കുറഞ്ഞ അടുത്ത കർക്കിടകത്തിൽ അങ്ങ് എടുക്കും. എണ്ണം കെട്ടവനെ, എല്ലാം റെഡി ആയോ എന്തോ? എന്തായാലും പുതിയ അച്ഛനെ എനിക്ക് ശരിക്കും ഒന്ന് പരിചയപ്പെടണം. എല്ലാരും വരൂ, കേറിയിരിക്കെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ, അത് എന്റെ ഡയലോഗല്ലേ? അച്ഛൻ ലാഗായപ്പോ ഞാനങ്ങ് കയറി പിടിച്ചതാ. ഹെഡിരിക്കുമ്പോ ടെയിലാടണ്ട. ഞാൻ ആദ്യമായി ഈ ഇടവകയിൽ പങ്കെടുക്കുന്ന ചടങ്ങാണിത്. എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്റെ പേര് റോസ്മേരി. അങ്ങനെയല്ലച്ചോ, ശരിക്കുള്ള പേര് ഒറോദ എന്നാ.
അപ്പൊ നിന്റെ പേരോ? എന്റെ പേര് അന്ന. സ്വഭാവം വെറും പന്ന. ഈ ഇടവകയെ കുറിച്ച് ചെറിയൊരു ധാരണ ഇപ്പൊ എനിക്കുണ്ട്. ഈ ഇടവകയിലെ ഒരു വിശ്വാസി ഞാൻ വന്ന ആദ്യ ദിവസം തന്നെ കുമ്പസാരിക്കാൻ വന്നു. കുമ്പസാരം കേട്ട് 3 ദിവസമാണ് ഞാൻ പനിച്ചു കിടന്നെ. ഓ, എല്ലാവരുമായെങ്കിൽ നമുക്ക് തുടങ്ങാം. ഒരുവിധം എല്ലാവരുമായി അച്ചോ. പിന്നെ നമ്മുടെ കൈക്കാരൻ എത്തിയിട്ടില്ല. അങ്ങേർക്കൊരു കുഴപ്പമുണ്ട്. ഏത് പരിപാടിക്കും വൈകി എത്തും. കൈക്കാരൻ മാത്രല്ലോ, അയാൾ അടുത്ത പെരുന്നാളിന്റെ പ്രതിസന്ധി കൂടിയാണ്. പ്രതിസന്ധി അല്ല എന്റെ അമ്മച്ചി, പ്രസുതേന്തി. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ? ഞാൻ അച്ഛനെ എല്ലാവർക്കും മുന്നേ പരിചയപ്പെട്ടതാണ് അല്ലേ അച്ഛോ? അച്ഛൻ വന്ന ആദ്യ ദിവസം തന്നെ ഞാനാണ് ഈ ഇടവകയിൽ നിന്നും ആദ്യമായി അച്ഛന്റെ അടുത്ത് കുമ്പസാരിച്ചത്. എന്താ ചിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി ചേട്ടോ. നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം. ആരാ നന്നായി പാടുന്നേ? ഞാൻ നന്നായിട്ട് പാടുവച്ചോ. അക്കരയ്ക്ക് യാത്ര ചെയ്യ സിയോൻ സഞ്ചാരി ഓളങ്ങൾ. അമ്മച്ചി ഇങ്ങോട്ട് വന്നേ, തൽക്കാലം ഇക്കരെ നിന്നാ മതി. എന്റെ മോനായതുകൊണ്ട് പറയല്ല അച്ചോ, ഇവൻ നന്നായി പാടും. അടുത്ത ദുഃഖ വെള്ളിയാഴ്ച പാടാൻ ഇവനൊരു പാട്ട് പഠിക്കുന്നുണ്ട്. അച്ഛൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവനെ പള്ളിയിലെ ഗായക സംഘത്തിൽ എടുക്കണേ. അതിനെന്താ, അവനെ വിളിക്കൂ. മോനെ, ആ പാട്ടൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനുകുന കുനുകുന കുത്തി, യേശുവിനെ യൂതന്മാർ കുനുകുന കുനുകുന കുത്തി, കുനുകുന കുത്തി ഹേ ഹേ കുനുകുന കുത്തി, കുനുകുന കുത്തി ഹേ ഹേ ഹേ. നിർത്ത്. ഇങ്ങനെ എങ്ങാനും പാടിക്കൊണ്ട് അങ്ങോട്ടെങ്ങാനും വന്ന നിന്നെ ഞാൻ കുനു കുത്തും. കുട്ടികൾ എല്ലാവരും കൂടി ഒരു നല്ല പാട്ട് പാടിക്കേ. Walking with Jesus, walking every day, walking all the way. Walking with Jesus, walking with Jesus alone. Walking in the sunlight, walking in the shadow, walking every day, walking all the way. Walking in the sunlight, walking in the shadow, walking with Jesus alone. Walking in the sunlight, walking in the shadow, walking every day, walking all the way. Walking in the sunlight, walking in the shadow, walking with Jesus alone. Walking with Jesus alone. നന്നായിട്ടുണ്ട് മക്കളെ. ഈ വീട്ടിലെ ചേട്ടനെ പള്ളിയിലേക്കൊന്നും കാണാറില്ലല്ലോ. ഒന്നും പറയണ്ട അച്ഛോ. ആകെ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാ. അന്ന് രാവിലെ പള്ളിയിൽ പോയാ പിന്നെ ദിവസം പോക്കാം. ഞായറാഴ്ച കുർബാന കടമുള്ളതാണെന്ന് അറിയില്ലേ? കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ അടുത്ത വീട്ടിലെ സൂസി 1000 ദിനാർ കടം മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നില്ലച്ചോ. ആ കടത്തിന്റെ കാര്യമല്ല അന്ന, ഞായറാഴ്ച കുർബാനയ്ക്ക് നന്നായി ഒരുങ്ങി വേണം പോകാനെന്നാ പറഞ്ഞത്. അച്ഛനാ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായി ഒരുങ്ങി പള്ളിയിൽ പോകുന്നത് അത് ഞാൻ. ഹോ, എല്ലാ കുട്ടികളും ഇങ്ങ് അടുത്ത് വന്നേ. നിങ്ങളൊക്കെ പള്ളിയിൽ വരാറുണ്ടോ? OCYM പോലുള്ള സംഘടനകളിൽ സജീവമാണോ? ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല അച്ചോ, ഭയങ്കര തിരക്കാ. രാവിലെ ക്ലാസ്, ട്യൂഷൻ, സ്വിമ്മിങ്, ഡാൻസ്, പിന്നെ ഈവനിങ്ങിൽ കരാട്ടെ. ഒട്ടും സമയമില്ല. ഞാനും ഇടയ്ക്കൊക്കെ വരാറുണ്ട് അച്ചോ. സൺഡേ ഞങ്ങൾക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉള്ളതാ. ചുരുക്കി പറഞ്ഞാൽ ഇതിനിടയിൽ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണെന്ന് അർത്ഥം. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പറ്റുമ്പോക്കെ ഉണ്ടച്ചോ. ഞായറാഴ്ചകളിലും പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കുർബാനയ്ക്ക് വരണം. പള്ളിയിലെ വിവിധ സംഘടനകളിൽ പങ്കാളികളാകണം. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അച്ചോ. ഇതെല്ലാം നമുക്ക് സാധിക്കണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിക്കുമ്പോൾ ആരും കൊണ്ടുപോകുന്നില്ല. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ മക്കളെ ദൈവത്തിന്റെ വഴിയെ വളർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
അടുത്ത ആഴ്ച നിങ്ങളുടെ ഫാമിലി യൂണിറ്റിന്റെ ആനുവൽ ഡേ അല്ലേ? നിങ്ങളുടെ യൂണിറ്റിലെ അംഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അത് നന്നായി ആഘോഷിക്കണം. നിങ്ങളുടെ ആനുവൽ ഡേ ഞാൻ കരുതിയതിലും ഗംഭീരമായി. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചതും വളരെ നന്നായി. അച്ഛൻ പറഞ്ഞത് ശരിയാ. കുട്ടികളിലും ഞങ്ങൾ ആ സന്തോഷം കാണുന്നുണ്ട്. ഞങ്ങൾക്കും അതേ അഭിപ്രായമാണ് അച്ചോ. ഭാവിയിലെ സഭയാണ് ദൈവം ഇന്ന് നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന മക്കൾ. അവരെ ഈശോയുടെ ഉന്നോമനങ്ങളായി വളർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കും. സ്വർഗം ദാ ഇവിടെ ഇറങ്ങി വരും. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും.